ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2022 പുറത്തിറങ്ങിയ അത്താങ് എന്ന മറാത്തി വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ വളരെ വലിയൊരു കൊട്ടാരമുണ്ട്. ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് പുരുഷന്മാർക്ക് പ്രവേശനമില്ല. വിലക്ക് ലംഘിച്ച് പുരുഷന്മാർ കയറാൻ ശ്രമിച്ചാൽ അവിടെ അവർക്ക് മരണം മാത്രമായിരിക്കും സമ്മാനമായി ലഭിക്കുക. അങ്ങനെ ആ കൊട്ടാരത്തിനുള്ളിലുള്ള അപകടം എന്താണ്? അതേ കൊട്ടാരത്തിൽ ഏകദേശം ഒരു 35 വർഷത്തിന് മുൻപ് ജീവിച്ചിരുന്ന ഒരാൾ പല സ്ത്രീകളുമായി ബന്ധം വെച്ചതുകൊണ്ട് പല സ്ത്രീകളെയും അടിമകളാക്കിയ ഒരു ജീവിതം അവിടെ ജീവിച്ചിരുന്നു. അതിനും ഇപ്പോൾ ഈ കൊട്ടാരത്തിനുള്ളിൽ പുരുഷന്മാർ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് തമ്മിലുള്ള ബന്ധം എന്താണ്? അത് മാത്രമല്ല, ആ കൊട്ടാരത്തിനടുത്തായി ഒരു കുളമുണ്ട്. ആ കുളത്തിൽ പ്രേതമുണ്ടെന്ന തരത്തിലുള്ള ചില കെട്ടുകഥകളും അവിടെ പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം വകവയ്ക്കാതെ ആ കൊട്ടാരത്തിനുള്ളിൽ ഒരു രാജകുമാരൻ ജീവിക്കുന്നുണ്ട്. അങ്ങനെ അതേ കൊട്ടാരത്തിലേക്ക് നാട്ടിൽ പുതുതായി വന്ന മാഷും അദ്ദേഹത്തിന്റെ ഭാര്യയും വാടകയ്ക്ക് പോകുന്നു. അങ്ങനെ അവർ ആ സ്ഥലത്ത് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നേരിടുന്നത് എന്നാണ് ഈ കഥയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഒരു മികച്ച സീരീസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്താൽ പോലും നിങ്ങൾക്ക് കഥ മനസ്സിലാകാതെ പോയേക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണണേ. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ കഥ സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ജീർണിച്ച കൊട്ടാരമായി കാണിച്ച ആ കൊട്ടാരം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നാന എന്ന് പറയുന്ന ഒരാളുടെ കൺട്രോളിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അയാൾ തന്റെ മകന് പേരിടണം എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ചുറ്റുവട്ടത്തുള്ള ഗ്രാമത്തിലുള്ള എല്ലാവരും ആ സ്ഥലത്ത് ആ ചടങ്ങിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അതേ സ്ഥലത്തേക്ക് വെള്ളക്കാരും വന്നിട്ടുണ്ട്. ഈ നാന എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ മുതലാളി, ഇയാൾ ഈ വെള്ളക്കാരുടെ ഒരു പാദസേവകനാണ്. അങ്ങനെ ഈ വെള്ളക്കാരെ ഇംപ്രസ് ചെയ്യാനായി ചില കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ കൂടിയിരിക്കുമ്പോൾ അപ്പോഴാണ് ഈ നാനയുടെ ഭാര്യ ഓടി വന്ന് തൊട്ടിൽ കിടത്തിയ നമ്മുടെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്നത്. ഇത് കേട്ട് നാന വളരെ ഭയന്നു പോകുന്നുണ്ട്. കുഞ്ഞെവിടെ പോയി എന്ന് ചോദിച്ചാൽ അവിടെ വെച്ച് തന്നെ തന്റെ തോക്കും എടുത്ത് വേഗത്തിൽ എല്ലായിടത്തും തിരയുമ്പോൾ അപ്പോഴാണ് അവന്റെ കൊട്ടാരത്തിനടുത്തായി തന്നെയുള്ള കുളത്തിനരികിൽ ഒരു സ്ത്രീ രൂപത്തിൽ ഒരു പെൺകുട്ടി ഇരുന്നു കൊണ്ട് ഈ നാനയുടെ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതായി ആൾക്ക് കാണാൻ കഴിയുന്നത്. കാണാൻ തന്നെ ആ പെൺകുട്ടി ഒരു പ്രേതത്തെ പോലെയുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി ആരാണ്, അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് നോക്കുന്നതിന് മുൻപായി കഥ ഇപ്പോൾ 1970 വരികയാണ്. ഇപ്പോൾ അതേ കൊട്ടാരം കുറച്ചൊന്ന് ജീർണിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ആ കൊട്ടാരത്തിൽ കാര്യമായ ആളുകളില്ല. റാവു എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് ഇപ്പോൾ ആ കൊട്ടാരത്തിലുള്ളത്. അദ്ദേഹത്തെ കൂടാതെ അദ്ദേഹത്തിന്റെ വാർത്തമ്മ ആ കൊട്ടാരത്തിലുണ്ട്. ഇതുകൂടാതെ കൊട്ടാരത്തിലേക്ക് ഒരേ ഒരു സ്ത്രീ മാത്രം വന്ന് അപ്പോൾ ഈ അടിച്ചു വാരുന്ന പണിയും തുടയ്ക്കുന്ന പണിയും പാചകം ചെയ്യുന്ന പണിയൊക്കെ നോക്കിയിട്ട് ഇരുട്ടുന്നതിന് മുൻപായി തന്നെ ആ കൊട്ടാരത്തിൽ നിന്നും തിരികെ പോകും. തുടക്കത്തിൽ എത്ര പ്രൗഢിയോടെ തെളിഞ്ഞു നിന്ന ഈ കൊട്ടാരം എങ്ങനെ ഇങ്ങനെ മാറി? ഇപ്പോൾ ഹീറോ റാവു എന്ന് പറയുന്ന ആളില്ലേ, അദ്ദേഹത്തിന്റെ അച്ഛൻ ആ നാനായ്ക്ക് എന്ത് സംഭവിച്ചു എന്നതൊക്കെ പോകെ പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം ആ കൊട്ടാരത്തിനുള്ളിൽ ഒരു പിശാച് ചുറ്റിത്തിരിയുന്നതായും അത് കൊട്ടാരത്തിനുള്ളിൽ ഏത് പുരുഷൻ കയറിയാലും ആ പുരുഷനെ വേട്ടയാടുന്നതുമൊക്കെ ആയിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടുകാരായ പുരുഷന്മാർ കയറിയാൽ വേട്ടയാടുമെന്ന് കരുതി ഗേറ്റിൽ തന്നെയാണ് നിൽക്കുക. ഇപ്പോൾ പോലും ഈ കൊട്ടാരത്തിലേക്ക് ഒരു ജോലിക്കാരി വന്ന് പണിയെടുക്കുമല്ലോ, ആ ജോലിക്കാരിക്ക് ഒരു ഭർത്താവുണ്ട്. അയാൾ പോലും തന്റെ ഭാര്യയെ വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ ഗേറ്റിൽ വന്ന് നിന്നിട്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷെ അന്നത്തെ ദിവസം മാത്രം 5 മണിക്ക് തീർക്കേണ്ട ജോലി 5:30 വരെ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ കൊട്ടാരത്തിലേക്ക് ആ നാനയുടെ മകനായ ഈ റാവു വരുന്നത്. നമ്മുടെ ഹീറോ അവിടെ വരുമ്പോൾ പുറത്ത് ഈ ചുവന്ന കളറിലുള്ള സാരി എടുത്ത് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയുടെ വളർത്തമ്മയാണ്. എന്താ 5:30 ഇനിയും ആ പെണ്ണിനെ കൊട്ടാരത്തിൽ പണിയെടുക്കാൻ വിട്ടിരിക്കുകയാണോ? ഇരുട്ടുന്നതിന് മുൻപായി ഈ കൊട്ടാരത്തിൽ നിന്നും പുറത്തു പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. അവൻ ദേഷ്യപ്പെടുന്നത് കണ്ട് വെളിയിൽ നിൽക്കുന്ന ആ ജോലിക്കാരിയുടെ ഭർത്താവും എല്ലാവരും ഭയപ്പെടുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഗേറ്റിൽ നിൽക്കുന്ന നമ്മുടെ ഹീറോയോട് തന്നെ മാപ്പും ചോദിച്ച് ആ ജോലിക്കാരി തന്റെ ഭർത്താവിനെയും കൂട്ടി അവിടെ നിന്നും വേഗത്തിൽ പോകുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയും വളരെ ദേഷ്യത്തോടെ തന്റെ റൂമിലേക്ക് വരുന്നു. അവന്റെ റൂമിൽ നിറയെ ബുക്കുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും വായിക്കാതെ ജനലരികിൽ നിന്ന് ആ കൊട്ടാരത്തിലുള്ള കുളത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ സീനും ശ്രദ്ധിച്ചു കാണണം, അപ്പോഴേ കഥ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴാണ് നാട്ടിലേക്ക് സുഷി എന്ന് പറയുന്ന നമ്മുടെ ഹീറോയിൻ വരുന്നത്. ഈ സുഷി ഒരു മാഷയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ മാഷിന് ഏകദേശം ഒരു 50 വയസ്സാകാൻ പോകുന്നു. എന്നാൽ ഈ സുഷിക്കോ വെറും 20 വയസ്സേ ഉള്ളൂ. എത്ര പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ഈ സുഷിക്ക് അവരുടെ ഭർത്താവ് തന്നെയാണ് എല്ലാം. ഈ നാടിന് വേണ്ടി വളരെ നാളായി ഇവിടെയുള്ള സ്കൂളിലേക്ക് ഒരു മാഷ് വേണമെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാളുകൾക്ക് ശേഷം ഈ മാഷ് വന്നതുകൊണ്ട് നാട്ടുകാർക്കിടയിലും ഈ മാഷിന് വലിയ ബഹുമാനമുണ്ട്. എന്നാൽ എന്താണ് ഇത്രയും വയസ്സായ മാഷിന് ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ എന്ന് പറഞ്ഞ് നാട്ടുകാർ, പ്രത്യേകിച്ച് നാട്ടിലെ ചില ചെറുപ്പക്കാർ ഗവൺമെന്റ് കൊടുത്ത വീട്ടിൽ ഇവർ രണ്ടുപേരെയും സമാധാനമായി ജീവിക്കാൻ വിടാതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് മാറുമ്പോഴൊക്കെ അവർ വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു.
ഇതെല്ലാം മാഷ് അറിഞ്ഞുകൊണ്ട് ഇതിനു മേലെ ഈ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് സുരക്ഷിതമായിരിക്കാൻ വേറൊരു വീട് വേണമെന്ന് പറഞ്ഞ് ആ നാട്ടിലുള്ള ഒരു കണക്കെഴുത്തുകാരനോട് ചോദിക്കുന്നു. ആ കണക്കെഴുത്തുകാരനും ഈ നാട്ടിൽ സേഫ് ആയിരിക്കണമെങ്കിൽ ഈ നാട്ടിലുള്ള ആ കൊട്ടാരത്തിൽ കഴിഞ്ഞാലേ സാധിക്കൂ എന്ന് പറഞ്ഞ് നേരെ ഈ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. കൊട്ടാരത്തിൽ നിറയെ മുറികളുണ്ട്. എന്നാൽ എന്താണ്, ഇപ്പോൾ ഈ കൊട്ടാരത്തിന്റെ ചുമതലയിലുള്ള റാവു എന്ന് പറയുന്ന ഈ ഹീറോ ഇവിടെ ആരെയും വാടകയ്ക്ക് താമസിപ്പിക്കില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ കയറിയാൽ ഇവിടെ പ്രേതമുണ്ട്, പിശാചുണ്ട് എന്നൊക്കെ പറഞ്ഞ് കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കരുത്, ഇല്ലെങ്കിൽ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ് ആ കണക്കെഴുത്തുകാരനും നേരെ ആ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ കൊട്ടാരത്തിനുള്ളിലുള്ള ആ അമ്മൂമ്മ, എടോ കണക്കെഴുത്തുകാരാ, ഇങ്ങനെയുള്ള ആളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരരുതെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ അറിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. എന്നാൽ അവിടെ സുഷിയും ആ അമ്മൂമ്മയ്ക്ക് കാലൊക്കെ തടവി കൊടുത്തിട്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ല, നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് ഈ നാട്ടിൽ എൻ്റെ ഭർത്താവിനെ മാഷായി വെച്ചിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്ന് പറയുന്നു. മാഷാണെന്ന് പറഞ്ഞ ഉടനെ ആ അമ്മൂമ്മയ്ക്കും ഒരു ബഹുമാനം വരുന്നു. എന്നാലും കണ്ണ, ഇവിടെ ഒന്നും താമസിക്കാൻ കഴിയില്ല മോളെ, എൻ്റെ പയ്യൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയെ പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയല്ല ഇത്രയും മുറികളുള്ളത്, എതിർവശത്ത് ഒരു മൂലയ്ക്ക് താമസിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു നല്ല വീട് കിട്ടിയ ഉടനെ ഇവിടെ നിന്നും പൊക്കോളാം എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ആ അമ്മൂമ്മയും കുറച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് കുട്ടി വളരെ ചുറുചുറുക്കോടെ സംസാരിക്കുന്നുണ്ട്. കാണാനും നമ്മുടെ മകളെ പോലെ ഉണ്ട്, നമുക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഈ പ്രായമായിരുന്നേനെ എന്നൊക്കെ കരുതി, ശരി ഓക്കെ മോളെ, കുറച്ച് നാളത്തേക്ക് മാത്രം ഈ മാളികയിൽ ഞാനൊരു റൂം തരാം, ആ റൂമിൽ കഴിഞ്ഞോളൂ, എന്നാൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പയ്യൻ അറിയാത്ത രീതിയിലായിരിക്കണം, ശരിയല്ലേ എന്ന് ചോദിക്കുന്നു. അവരും ശരിയെന്ന് പറയുന്നുണ്ട്. ശരി, ലഗേജ് എടുത്തുകൊണ്ട് വാ, ബാക്കി കഥ പറയാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ആ മാഷോടും അവരുടെ ഭാര്യ സുഷിയോടും ലഗേജ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും ലഗേജ് എടുക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ആ കൊട്ടാരത്തിന് മുകളിൽ കാർമേഘങ്ങൾ മൂടുന്നു. പെട്ടെന്ന് ആ കൊട്ടാരത്തിന് മുകളിൽ നിന്നും ഏതോ ഒരു രൂപം ഇവരെ നോക്കുന്നുണ്ട്. എന്നാൽ ആ രൂപമൊന്നും ഇവരുടെ കണ്ണിൽ പെടുന്നില്ല. അങ്ങനെ ആ കൊട്ടാരത്തെ കാക്കുന്ന ആ യഥാർത്ഥ പിശാച് ആരാണെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. ഇപ്പോൾ നമ്മുടെ ഹീറോ റാവുവിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ റാവു കുറച്ച് ദേഷ്യക്കാരനാണ്. ഏകദേശം ഒരു അർജുൻ റെഡ്ഡിയെ പോലെ നാട്ടിലൂടെ കറങ്ങി നടക്കുകയാണ്. അവനെ കണ്ടാൽ എല്ലാവർക്കും പേടിയാണ്. അവൻ ഇത്രയും ദേഷ്യം എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, അവൻ്റെ അച്ഛൻ നാന ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ക്രൂരനായിരുന്നു, അതുകൊണ്ടാണ് വന്നത്. നമ്മുടെ ഹീറോ ചെറിയ വയസ്സായിരിക്കുമ്പോൾ തൻ്റെ അച്ഛൻ തൻ്റെ അമ്മയെ അടിക്കുന്നതൊക്കെ അവൻ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട്. അതേസമയത്ത് തന്നെയാണ് ഇവിടെ മറ്റൊരു വശത്ത് ഈ മാഷും തൻ്റെ ഭാര്യയെയും കൂട്ടി ലഗേജും എടുത്ത് ഇപ്പോൾ ഈ കൊട്ടാരത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ കൊട്ടാരത്തിനുള്ളിലുള്ള ആ അമ്മൂമ്മയും, നിങ്ങൾ ഈ കൊട്ടാരത്തിനുള്ളിൽ കൂടെ നടന്നു പോകുന്നതൊന്നും ശരിയല്ല, ഇതൊരു വലിയ സ്ഥലമാണ്, ധാരാളം മുറികൾ ഉള്ളത് കൊണ്ട് കൊട്ടാരത്തിന്റെ പിൻവാതിലുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് നൽകാം, അതുകൊണ്ട് നിങ്ങൾ മുൻവാതിലൂടെ വരേണ്ടതില്ല, പിൻവാതിലൂടെ ഈ വഴിയായി തന്നെ നിങ്ങൾക്ക് പോകാം എന്ന് പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ പയ്യൻ അറിയാൻ പാടില്ല, എൻ്റെ പയ്യൻ എപ്പോഴും ബുള്ളറ്റിലാണ് പോയിട്ട് ഈവനിങ്ങിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക. അങ്ങനെ ബുള്ളറ്റ് സൗണ്ട് കേട്ടാൽ ഉടനെ നിങ്ങൾ നിങ്ങളുടെ റൂമിനുള്ളിലേക്ക് പോകണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും ശരി, സംസാരിച്ചാലും ശരി, എന്ത് ചെയ്താലും അവൻ വീട്ടിലുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം. നിങ്ങളുടെ റൂമിൽ നിന്നും ഒരു 5 റൂം മാറിയാൽ എൻ്റെ പയ്യൻ്റെ റൂമായി. അതുകൊണ്ട് വെറുതെ ഒന്നും അവൻ്റെ റൂമിൻ്റെ ഭാഗത്തേക്ക് എപ്പോഴും പോരുത്, കാരണം അവൻ്റെ റൂമിലേക്ക് ആരെങ്കിലും വന്നാൽ അവനതൊട്ടും ഇഷ്ടമല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ അമ്മൂമ്മയും ആ മാളിക ആ മാഷനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും വാടകയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വളരെ രഹസ്യമായി വീട്ടിലുള്ള ആ റാവു അറിയാതെയാണ് ആ രാത്രി ജീവിക്കുന്നത്. ഇങ്ങനെ ഓരോ രാത്രിയും കടന്നു പോകുമ്പോൾ ഒരു ദിവസം നമ്മുടെ ഹീറോയിന് ഒരു ചെറിയ ആഗ്രഹം വരുന്നു. അവന്റെ റൂം എന്താണ് ഇത്ര വലിയ റൂം? നമ്മുടെ റൂമിൽ നിന്നും 4 റൂം തന്നെയല്ലേ മാറിയുള്ളൂ. അതാണ് പകലിൽ ആ റാവു ജോലിക്ക് പോയിരിക്കുകയാണല്ലോ, വെറുതെ ഉള്ളിൽ പോയി എന്തുണ്ടെന്ന് നോക്കാം എന്ന് കരുതി ഒരു ദിവസം ആ ഹീറോ റാവുവിന്റെ റൂമിലേക്കും അവർ വന്ന് നോക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ബയോസ്കോപ്പ് ഇരിക്കുന്നതും കണ്ണാടിയുള്ളതും ഒക്കെ കാണുന്നത്. അതിനും പുറമെ അവിടെ ധാരാളം പുസ്തകങ്ങൾ ഇരിക്കുന്നതും അവർ കാണുന്നു. അതിൽ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു കഥാപുസ്തകമുണ്ട്. ആ കഥാപുസ്തകം എടുത്ത് ഇവൾ വായിക്കാനും തുടങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് ബുള്ളറ്റ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ബുള്ളറ്റ് സൗണ്ട് കേട്ടാൽ റാവു വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നല്ല അർത്ഥം. അയ്യോ, അവൻ വന്നു എന്ന് പറഞ്ഞ് അവന്റെ കണ്ണിൽ പെടുന്നതിന് മുൻപായി ഹീറോയിനും അവരുടെ റൂമിലേക്ക് ഓടാൻ നോക്കുന്നു. എന്നാൽ അതിനുള്ളിൽ അവൻ വീട്ടിലേക്ക് കയറുന്നു. ഇവരെവിടെ പോകണമെന്ന് അറിയാതെ ഇപ്പോൾ റാവുവിന്റെ റൂമിൽ തന്നെ ഒളിക്കുകയാണ്. അതുവരെ അവർ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് അറിയാതെ ബെഡിൽ തന്നെ വെക്കുന്നു. ഇപ്പോൾ റൂമിലേക്ക് വരുന്ന റാവുവും ഏതോ ഒരു ഫയൽ മറന്നു വെച്ചിട്ടാണ് വന്നത്. അതെടുത്തിട്ട് പോകാം എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ ബെഡിന്റെ മേലെ ഇരിക്കുന്ന തന്റെ ബുക്ക് അവൻ കാണുന്നു. ഈ ബുക്ക് എങ്ങനെ ഇവിടെ വന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ബുക്ക് എടുത്ത് അവന്റെ ഷെൽഫിൽ വെച്ചിട്ട് അവിടെ നിന്നും വെളിയിലേക്ക് പോകുന്നു. നല്ല സമയമാണ്. നമ്മുടെ ഹീറോയിൻ ബെഡിന് പിന്നിലാണ് ഒളിച്ചിരുന്നത്. ഇപ്പോൾ റാവു വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ റാവുവിന്റെ വളർത്തമ്മയുണ്ടല്ലോ, ആ അമ്മുമ്മ അവർക്ക് നമ്മുടെ ഹീറോയിൻ സുഷി പാചകത്തിൽ സഹായിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അമ്മയെ പോലെ അവരെ നോക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം ആ അമ്മയുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് കുറച്ച് അസൂയ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മുടെ ഹീറോ ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുന്നതിന് മറ്റൊരു കാരണവും കൂടി ഉണ്ടെന്ന് അവർ പറയുന്നത്. അതായത് നമ്മുടെ റാവുവിന് മല്ലിക എന്ന് പറയുന്ന ഒരു സ്ത്രീ രൂപം ഇടയ്ക്കിടെ കണ്ണിൽ കാണാറുണ്ട്. ആ മല്ലിക ആരാണെന്ന് വെച്ചാൽ മുൻപ് പ്രേത രൂപത്തിൽ ആ കൊട്ടാരത്തിന് മുകളിൽ ഒരു രൂപം കണ്ടിരുന്നില്ലേ, അവരുടെ പേരാണ് മല്ലിക.
അവരാരാണ് എന്താണ് എന്നതൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്നാൽ നമ്മുടെ റാവു ചെറിയ വയസ്സായിരിക്കുമ്പോൾ അവൻ്റെ അമ്മയോടൊപ്പം ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ രാത്രി വന്ന് ഈ മല്ലിക ഉണർത്തി അവരുടെ കൊട്ടാരത്തിനടുത്തുള്ള ഒരു കുളത്തിനടുത്തേക്ക് ആ മല്ലിക കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് ആ രാത്രി ഈ റാവുവിൻ്റെ അമ്മയും കണ്ടിട്ട് അവിടെ ഓടി വന്ന് എങ്ങനെയൊക്കെയോ തൻ്റെ പയ്യനെ ആ കുളത്തിനടുത്തേക്കൊന്നും വരരുത് എന്ന് പറഞ്ഞിട്ട് അടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ആ മല്ലികയ്ക്കും ഈ റാവുവിനും എന്ത് ബന്ധമാണുള്ളതെന്നും പിന്നീട് പറയാം. നമ്മുടെ റാവു ഉണ്ടല്ലോ, അവൻ്റെ കയ്യിൽ ഒരു വളയുണ്ട്. ശരിക്കും ആ വള നമ്മുടെ റാവുവിൻ്റെ അച്ഛനായ ആ നാനായുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ഈ കൊട്ടാരത്തിൽ ഏതോ ഒരു അമാനുഷിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛൻ എപ്പോഴും ആ വള കയ്യിലിട്ടിരിക്കും. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ റാവു ആ വള വച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ സ്ഥലത്ത് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ റാവു അവൻ ചെറിയ വയസ്സായിരിക്കുമ്പോഴും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ്റെ അച്ഛൻ നാനയുടെ റൂമിൽ വന്ന് ഈ റാവു കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഈ വളയുള്ളത് ഈ ചെറിയ പയ്യൻ കാണുന്നത്. ഉടനെ ആ വള ഊരിയെടുത്ത് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അച്ഛൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം തൻ്റെ കയ്യിലുള്ള വള തൻ്റെ പയ്യൻ എടുത്തുകൊണ്ട് പോയത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. എന്നാൽ ആ സ്ഥലത്താണ് മറ്റൊരു ഭയാനകമായ സംഭവം നടക്കുന്നത്. അപ്പോൾ തന്നെ ആ സ്ഥലത്ത് പെട്ടെന്ന് ഇരുട്ട് മൂടാൻ തുടങ്ങുന്നു. കുറച്ചായി ആ സ്ഥലത്ത് ഏതൊരു രൂപം നമ്മുടെ ഹീറോയുടെ അച്ഛൻ നാനയുടെ അടുത്തേക്ക് വരുന്നു. അതാരാണെന്ന് നോക്കിയാൽ ആ മല്ലിക തന്നെയാണ്. അങ്ങനെ ആ സ്ഥലത്തേക്ക് വന്ന മല്ലിക ബെഡിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ നാനയുടെ മേലെ കയറിയിരുന്ന് അവിടെ വെച്ച് തന്നെ ആ നാനയെ വളരെ ക്രൂരമായി കൊല്ലുന്നത് പോലെ അവിടെ കാണിക്കുന്നു. ഇതെല്ലാം ചെറിയ വയസ്സായിരിക്കുമ്പോഴും ഈ റാവുവും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവൻ്റെ അച്ഛൻ്റെ കഥ ആ മല്ലികയുടെ കൈകൊണ്ട് തന്നെ അവസാനിച്ചത്. ഇതിന് കാരണം നമ്മുടെ റാവു തന്നെയാണ്. അറിയാതെ ആ വള പുറത്തെടുത്തുകൊണ്ടാണ് അവൻ്റെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത്. അതിനുശേഷം സംഭവ സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ റാവുവിൻ്റെ വളർത്തമ്മ ഓടി വന്ന് നമ്മുടെ റാവുവിൻ്റെ അച്ഛൻ നാന മരിച്ചു കിടക്കുന്നതൊക്കെ കാണും. അതിനുശേഷമാണ് ഇവർ വീട്ടിൽ ഈ കൊട്ടാരത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് പോലെയൊക്കെ അവിടെ കാണിക്കുന്നത്. അങ്ങനെ ആ മല്ലിക എന്തിനു വേണ്ടി ഈ നാനയെ കൊല്ലണം, യഥാർത്ഥത്തിൽ ആ മല്ലിക പ്രേതമായി ചുറ്റുന്നതിന് എന്താണ് കാരണം എന്നതും പിന്നീട് നോക്കാം. പ്രസന്റിലേക്ക് കഥ വരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ റാവു ജോലിക്ക് പോയതിനു ശേഷം ഈ ഹീറോയിൻ സുഷിയും റാവുവിൻ്റെ റൂമിലേക്ക് വന്ന് ഈ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ റാവുവിൻ്റെ ബുള്ളറ്റ് പഞ്ചറാവുന്നു. അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് നടന്നു വരികയാണ്. ഇതറിയാതെ ബുള്ളറ്റ് സൗണ്ട് കേട്ടാലേ റാവു വരൂ എന്ന് വിചാരിച്ച് നമ്മുടെ ഹീറോയിൻ പുസ്തകം മുഴുകി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ റാവു വന്ന് നിൽക്കുന്നു. തൻ്റെ റൂമിലിരിക്കുന്ന നമ്മുടെ ഹീറോയിനെയും കാണുന്നു. അവർക്ക് ഭയങ്കരമായ ഷോക്കാവുന്നുണ്ട്. ഇപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ രണ്ടുപേരും നിൽക്കുകയാണ്. ഒരവസരത്തിൽ തൻ്റെ വളർത്തമ്മയും ഈ ഹീറോ വിളിച്ചിട്ട് ഇവരാരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ റൂമിൽ വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. വളർത്തമ്മയും റാവു എന്ത് പറയാൻ പോകുന്നു എന്ന ഭയത്തിൽ ബോധം കെട്ട് താഴെ വീഴുന്നു. അപ്പോഴാണ് കഥ തിരികെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. ഇപ്പോൾ റാവുവിൻ്റെ വളർത്തമ്മയുണ്ടല്ലോ, അവരൊരു 30-35 വർഷങ്ങൾക്ക് മുൻപേ ഇതേ കൊട്ടാരത്തിൻ്റെ നടുവിലിരുന്ന് തൻ്റെ മുടി മൊട്ടയടിച്ച് അവിടെ നമ്മുടെ റാവുവിൻ്റെ അച്ഛൻ നാനയെ നോക്കി തുറച്ചു നിൽക്കുകയാണ്. എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു സീൻ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. എന്നാൽ ഇതിനുള്ള കാരണവും പിന്നാലെ തന്നെയാണ് പറയുന്നത്. പ്രസന്റിലേക്ക് കഥ വരുമ്പോൾ അവിടെ ബോധം കെട്ട് താഴെ വീണ റാവുവിൻ്റെ വളർത്തമ്മയെ റാവു ഒരു ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്കും തൻ്റെ വീട്ടിൽ ഈ മാഷയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മ രഹസ്യമായി വാടകയ്ക്ക് വെച്ച കാര്യമൊക്കെ അറിയുന്നത്. ഈ കൊട്ടാരത്തിലുള്ള അപകടങ്ങൾ വകവയ്ക്കാതെ എന്തിനാണ് ഇങ്ങനെ വാടകയ്ക്ക് വെക്കുന്നതെന്ന് ചോദിച്ച് ഇവരും ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ വന്ന ഡോക്ടറും നിന്റെ അമ്മയ്ക്ക് ആരോഗ്യനില കുറച്ച് മോശമായി തന്നെയാണ് ഇരിക്കുന്നത്, നീ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവരെ ഇനിയും ഡാമേജ് ആക്കരുത്, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുക എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയും അവൻ്റെ അമ്മയ്ക്ക് അനുയോജ്യമായ രീതിയിൽ കുറച്ചൊന്ന് വഴങ്ങി കൊടുക്കുന്നു. അങ്ങനെ ആ സ്ഥലത്ത് ആ മാഷിനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും വന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകേണ്ട ആവശ്യമില്ല, എന്നാൽ കൊട്ടാരത്തിൻ്റെ മുൻവാതിലൂടെ കയറാതെ ഇപ്പോൾ എങ്ങനെയാണോ ബാക്ക് സൈഡിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് അവിടെ നിൽക്കാൻ പറയുന്നു. അതിൽ നിന്നാണ് റൂട്ടേ മാറുന്നത്. മാഷിന്റെ ഭാര്യ ഉണ്ടല്ലോ ഈ സുഷി, അവരതിനുശേഷം ഈ റാവുവിനെ ഒരു നല്ല സുഹൃത്തായി കാണാൻ തുടങ്ങുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ തന്നെ പെർമിഷൻ കൊടുത്തുകൊണ്ട് കുറച്ച് അധികാരത്തോടെ ആ വീട്ടിൽ നമ്മുടെ ഹീറോയുടെ വളർത്തമ്മയോടൊപ്പം ചേർന്ന് പാചകം ചെയ്യുന്നത്, കാപ്പിയിടുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരവസരത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് കാപ്പിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ ഷെൽഫിൽ ധാരാളം പുസ്തകങ്ങളുണ്ടല്ലോ, അതൊക്കെ അവർ വായിച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ ഹീറോയോട് സംസാരിക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മറ്റൊരു സത്യവും അറിയാൻ കഴിയുന്നത്. അതായത് ഈ കൊട്ടാരത്തെക്കുറിച്ചുള്ള ഒരു സത്യം. നമ്മുടെ റാവുവിൻ്റെ അച്ഛൻ നാന ജീവിച്ചിരിക്കുന്ന സമയത്തും ഒരു വളരെ മോശപ്പെട്ടവനായിരുന്നു. ആ ഗ്രാമത്തിലുള്ള ഒരു പെണ്ണിനെയും വെറുതെ വിട്ടിരുന്നില്ല അത്രേ. അങ്ങനെ എത്രയോ പെണ്ണുങ്ങളെ ഈ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വെള്ളക്കാരൻ്റെ പാദസേവകനായതുകൊണ്ട് ധാരാളം പെണ്ണുങ്ങളെ വെള്ളക്കാർക്കും അയാൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവർ കേൾക്കുമ്പോൾ അപ്പോഴാണ് ഈ ഹീറോയുടെ വളർത്തമ്മയോട് എന്തിനാണ് നിങ്ങൾ മൊട്ടയടിച്ചത് എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നത്. അപ്പോഴാണ് അവരും ഒരു സത്യം പറയുന്നത്. ഈ ഇരിക്കുന്നില്ലേ റാവു, അവൻ എൻ്റെ ചേച്ചിയുടെ പയ്യനാണ്. എൻ്റെ ചേച്ചിയാണ് ഈ റാവുവിൻ്റെ യഥാർത്ഥ അമ്മ. അങ്ങനെ ആ നാനയുണ്ടല്ലോ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്, അവൻ എൻ്റെ ചേച്ചിയെ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി. അതിൽ എൻ്റെ ചേച്ചി രോഗിയായി കിടപ്പിലായി മാറി. അങ്ങനെ എൻ്റെ ചേച്ചിയെ നോക്കാനാണ് ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് വരുന്നത്.
എൻ്റെ ചേച്ചിയും ഇപ്പോൾ എൻ്റെ കൈ പിടിച്ച് ഒരു വേള എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പയ്യനെ നീയാണ് അതിനുശേഷം അമ്മയെപ്പോലെ നോക്കേണ്ടത് എന്ന് എന്നോട് ചോദിച്ചു. ഞാനും ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലത്തേക്ക് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ആ നാന വന്നു. ചേച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അയാൾക്ക് കാപ്പി എടുത്തുകൊണ്ട് പോയി കൊടുത്തു. എന്നാൽ അയാൾ ആ സ്ഥലത്ത് തൻ്റെ ഭാര്യയുടെ അനിയത്തിയാണെന്ന് പോലും നോക്കാതെ എന്നോട് തെറ്റായ രീതിയിൽ പെരുമാറി. ഒരവസരത്തിൽ എന്നെ നശിപ്പിക്കാൻ തന്നെ വന്നു. എന്നാൽ ആ സ്ഥലത്ത് ഞാൻ ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ട് എൻ്റെ ചേച്ചി വന്ന് എന്നെ രക്ഷിച്ചു. ഞാൻ ആ സ്ഥലത്തുനിന്നും വേഗത്തിൽ ഓടി. അത് കുഞ്ഞായിരിക്കുമ്പോൾ റാവും കണ്ടു. അപ്പോഴാണ് ആ രാത്രി ഒരു ഭയാനകമായ സംഭവം നടന്നത്. അതിൽ എൻ്റെ ചേച്ചി മരിച്ചുപോയി എന്നവർ പറയുന്നു. അതെന്ത് സംഭവമാണെന്നുള്ളത് പിന്നീട് പറയും. അങ്ങനെ മരിച്ചുപോയതിനു ശേഷം അടുത്ത ദിവസം ഒട്ടും വിഷമമില്ലാതെ വളരെ കാഷ്വലായി ഈ നാനയും തൻ്റെ ഭാര്യയെ പോയി അടക്കം ചെയ്തിട്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴാണ് ആ സ്ഥലത്ത് തൻ്റെ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്ത സത്യം പാലിക്കണം, ഈ റാവുവിനെ നല്ല രീതിയിൽ വളർത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഈ കൊട്ടാരത്തിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത്. ഒരു വേള മുടിയൊക്കെ വളർത്തിക്കൊണ്ട് ഈ കൊട്ടാരത്തിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ആ നാന എന്നെ വെറുതെ വിടില്ലായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടയടിച്ചത്. ആ കാലഘട്ടം അനുസരിച്ച് വിധവകളാണ് മുട്ടയടിക്കുക. അങ്ങനെ ഞാൻ മുട്ടയടിച്ച് വിധവാ വേഷത്തിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് എന്നെ തൊടാൻ കഴിഞ്ഞില്ല എന്ന് ഈ എല്ലാ കഥയും പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ വളർത്തമ്മ കരയാണ്. ഇതെല്ലാം കേൾക്കുമ്പോഴും ഇപ്പോൾ ഈ സുഷി ഉണ്ടല്ലോ, അവർക്കും ഈ കുടുംബത്തോട് സെന്റിമെന്റ്സ് കൂടുതലാവുന്നു. അങ്ങനെ സുഖമില്ലാത്ത സമയത്ത് ഹീറോയുടെ വളർത്തമ്മയ്ക്ക് കഞ്ഞിയൊക്കെ വെച്ചു കൊടുത്ത് നമ്മുടെ സുഷി തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ രാത്രി ആയതോടെ തൻ്റെ വളർത്തമ്മയുടെ മടിയിലും ഇപ്പോൾ നമ്മുടെ ഹീറോ തല വെച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതെല്ലാം അവിടെ പ്രേതമായി വന്ന് മല്ലിക കാണുന്നു. വെയിറ്റ് ചെയ്യണം, ഈ പ്രേതം ആരാണ്, എന്തിനാണ് വെറുതെ വന്ന് നോക്കിയിട്ട് പോകുന്നത്? നമ്മുടെ ഹീറോയുടെ സ്വന്തം അമ്മയോ അല്ല, വളർത്തമ്മയോ അല്ല. എന്നാൽ എന്തിനാണ് ഈ പ്രേതം ഇവിടെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? അതറിയാൻ ഇനിയും കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ളൊരു സമയത്താണ് ഈ ജോലിക്കാരി ഉണ്ടല്ലോ, അവർ പതിവ് പോലെ ജോലി കഴിഞ്ഞിട്ട് ആ കൊട്ടാരത്തിൽ നിന്നും വെളിയിലേക്ക് പോകാമെന്ന് നോക്കുമ്പോൾ അപ്പോൾ അറിയാതെ അവിടെ തട്ടി വീഴാണ്. ഗേറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിക്കാരിയുടെ ഭർത്താവും അയ്യോ എൻ്റെ ഭാര്യ തട്ടി വീണല്ലോ എന്ന് പറഞ്ഞ് ആ കൊട്ടാരത്തിനുള്ളിലേക്ക് അറിയാതെ കാലെടുത്ത് വെക്കുന്നു. അപ്പോൾ ആ സ്ഥലത്ത് പെട്ടെന്ന് ചുഴലിക്കാറ്റടിക്കുന്നു. അവിടെ ഈ മല്ലിക പ്രേതമായി വന്ന് അവരെ പെട്ടെന്ന് അവിടെ കൊട്ടാരത്തിനുള്ളിലേക്ക് വന്ന ആ ജോലിക്കാരിയുടെ ഭർത്താവിനെയും അങ്ങനെ ഒറ്റയടിക്ക് എടുത്തെറിയുന്നു. അത് കാണുന്ന ജോലിക്കാരിയും വളത്തമ്മയും പരിഭ്രാന്തരാകുന്നു. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ളിൽ അവരുടെ വാതിൽ അടയുന്നു. എങ്ങനെയൊക്കെയോ അതിനുള്ളിൽ ആ സൈഡിൽ വന്ന നമ്മുടെ ഹീറോ ആ ജോലിക്കാരിയുടെ ഭർത്താവിനെ രക്ഷിക്കുന്നു. അങ്ങനെ രക്ഷിച്ച് തന്റെ കൊട്ടാരത്തിനുള്ളിൽ തന്നെ ആ ജോലിക്കാരിയുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് ഇയാൾ ചികിത്സ നൽകുന്നു. അയാൾ സേഫായിരിക്കണമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ ഒരു വളയും ഇട്ടു കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ വളർത്തമ്മ ഈ ജോലിക്കാരുടെ ഭർത്താവ് ആരാണെന്നാണ് നീ വിചാരിക്കുന്നത്? ഇയാളും നിന്റെ അച്ഛനാൽ ബാധിക്കപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നു. അതായത് നമ്മുടെ ഹീറോയുടെ അച്ഛൻ ആ നാന നാട്ടിലുള്ള എല്ലാ സ്ത്രീകളോടും വളരെ മോശമായി പെരുമാറിയിരുന്നല്ലോ. അങ്ങനെ ഒരു സ്ത്രീയോട് ഇയാൾ മോശമായി പെരുമാറി. അതുവഴി അവർ ഗർഭിണിയായി. അതിനിൽ ജനിച്ചവനാണ് ഈ ജോലിക്കാരിയുടെ ഭർത്താവ്. അപ്പോൾ ഇങ്ങനൊരു മോശപ്പെട്ട രാക്ഷസനാണ് നിന്റെ അച്ഛൻ എന്നൊക്കെ ആ സ്ഥലത്ത് ആ വളർത്തമ്മയും ഇപ്പോൾ ഹീറോയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയും വളരെ സെന്റിമെന്റലായിട്ട് ആ ജോലിക്കാരിയുടെ അടുത്തും വന്ന് നിങ്ങളൊട്ടും വിഷമിക്കരുത്, ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളായിരുന്നു ജോലിക്കാരിയായിരുന്നത്. അതിനുവേണ്ടി തന്നെ എൻ്റെ 20 ഏക്കർ സ്ഥലം ഞാൻ വിറ്റ് കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സത്യം ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ കുറച്ചായി നല്ലവനായിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഈ മാഷിന്റെ ഭാര്യയും ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം ഈ ജോലിക്കാരുടെ ഭർത്താവ് ഇപ്പോൾ കൊട്ടാരത്തിനുള്ളിൽ തന്നെ വന്നുകൊണ്ട് കൊട്ടാരത്തിനുള്ളിൽ ഒരു പുരുഷനുണ്ടോ എന്ന് പറഞ്ഞ് ആ കൊട്ടാരത്തിനുള്ളിലുള്ള ആ മല്ലിക പ്രേതവും അയാളെ കൊല്ലാൻ വേണ്ടി അടുത്തേക്ക് വരുന്നു. എന്നാൽ അയാളുടെ കയ്യിലുള്ള ആ വള ഇവിടെ ആ ജോലിക്കാരുടെ ഭർത്താവിനെ രക്ഷിക്കുന്നു. ഒരവസരത്തിൽ അയാൾക്ക് പൂർണ്ണമായും ഭേദമായതിനു ശേഷം അയാളെയും അവന്റെ ഭാര്യയായ ആ ജോലിക്കാരിയെയും നമ്മുടെ ഹീറോ റാവു തന്നെ ആ നാട്ടിൽ നിന്നും പറഞ്ഞയക്കുന്നു. അങ്ങനെ അവർക്ക് ആ 20 ഏക്കർ സ്ഥലം വിറ്റ പൈസ അതും ഇതും എന്ന് പറഞ്ഞ് കൊടുത്ത് പറഞ്ഞയക്കുമ്പോൾ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള വളയും നമ്മുടെ ഹീറോ തിരികെ വാങ്ങി വെക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ കുറച്ചായി നല്ലവനായി മാറുകയാണ്. അങ്ങനെ അവൻ നല്ലവനായി മാറുന്തോറും അതെല്ലാം ഈ സുഷിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. സുഷിയുടെ ഭർത്താവായ മാഷ് പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവർ കൂടുതലായും നമ്മുടെ ഹീറോയോടൊപ്പം ചേർന്ന് ഇടപഴകാൻ തുടങ്ങുന്നു. നമ്മുടെ ഹീറോയ്ക്കും ഇപ്പോൾ ആ സുഷിയോട് ചെറിയ പ്രണയം പോലെ വരുന്നുണ്ട്. എന്തു തന്നെയായാലും ആ മാഷിന്റെ ഭാര്യയാണെങ്കിലും അതിനെല്ലാം മറികടന്ന് ആ പ്രണയം വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴാണ് ആ സ്ഥലത്ത് ഒരു രാത്രി ഒരു സ്ത്രീ ആ കൊട്ടാരത്തിലേക്ക് വരുന്നത്. നമ്മുടെ ഹീറോയും നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ആ മാഷിന്റെ ഭാര്യ എന്ന് അവർ പറയുന്നു. ഹീറോയ്ക്കും ഞെട്ടലുണ്ടാവുന്നു. എന്ത്, നിങ്ങളാണോ മാഷിന്റെ ഭാര്യ? അപ്പോൾ ഈ സുഷി ആരാണെന്നൊരു ചോദ്യം വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവരാണ് ആ മാഷിന്റെ ആദ്യത്തെ ഭാര്യ. ഈ സുഷി അവന്റെ 2ാമത്തെ ഭാര്യയാണ്. എന്തിനാണ് ആ മാഷ് 2ാമതായി വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചത്? എങ്ങനെയാണ് ഈ സുഷിയും അത് അംഗീകരിച്ചത്? അങ്ങനെയൊന്നും അവിടെ കാണിക്കുന്നില്ല. വെറുതെ ഈ കാര്യം മാത്രം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കഥ കേട്ട ഉടനെ നമ്മുടെ ഹീറോയും വെറുത്തുപോയിട്ട് എന്ത് മോശപ്പെട്ട കുടുംബമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ആ മാഷിന്റെ ആദ്യത്തെ ഭാര്യയെയും ആ മാഷ് താമസിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴാണ് ഇവിടെ ജോലി കിട്ടിയത്, അതിനുള്ളിൽ നീയും വന്നാൽ നിന്നെ ഞാൻ എങ്ങനെ നോക്കും? ഞാനിവിടെ സുഷിയെ കൊണ്ടുവന്നിരിക്കുന്നത് ചില പ്രോസസ്സുകളിൽ ഏർപ്പെടാനല്ലേ. ഞങ്ങളെ കുറച്ച് നാൾ തനിച്ച് ജീവിക്കാൻ വിട്, നീ നമ്മുടെ വീട്ടിൽ പോയി നാട്ടിൽ നിൽക്ക്, ഞങ്ങൾ പോസിറ്റീവായ റിപ്പോർട്ടോടെ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കേട്ട് അടുത്ത ദിവസം ഈ മാഷിന്റെ ആദ്യത്തെ ഭാര്യയും നാട്ടിലേക്ക് പോവാണ്.
ഇവിടെ ഉണ്ടായിരുന്ന സുഷിയും മാഷ് വെളിയിൽ പോയതിനു ശേഷം തിരികെ നമ്മുടെ ഹീറോയോട് വന്ന് സംസാരിക്കാൻ വരുന്നു. എന്നാൽ ഹീറോയ്ക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നിന്നെ പോലെ ഇത്രയും മോശപ്പെട്ട ആളുടെ കൂടെയൊക്കെ സംസാരിക്കാൻ തന്നെ എനിക്ക് അറപ്പാണെന്ന് പറയുന്നു. അപ്പോഴാണ് ഈ സുഷി വീട്ടിലേക്ക് മാഷിന്റെ ആദ്യത്തെ ഭാര്യ എന്ന് പറഞ്ഞു വന്നില്ലേ, അവർ വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം ചേച്ചിയാണെന്നുള്ള ഒരു കഥ അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സുഷി മുംബൈയിൽ പോയി ഒരു വലിയ ഹീറോയിൻ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. സുഷിയുടെ വീട്ടിൽ മൊത്തം 3 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത കുട്ടിയായ ചേച്ചിയെ കല്യാണം കഴിച്ച് ഈ മാഷിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ടും കുട്ടികളുണ്ടായില്ല. അങ്ങനെ മാഷിന്റെ വീട്ടിലും ഈ ചേച്ചിയുടെ മേലെ തന്നെയാണ് തെറ്റെന്ന് പറഞ്ഞ് കുട്ടികൾ ഉണ്ടാകാത്ത ഒരു പെണ്ണിനെ എൻ്റെ പയ്യന്റെ തലയിൽ കെട്ടിവെച്ചു എന്ന് പറഞ്ഞ് ആ മാഷിന്റെ അമ്മയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ സ്ഥലത്ത് രണ്ടാമതായി കുട്ടി ഉണ്ടാവാൻ വേണ്ടി ഈ സുഷിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അവിടെ സുഷി ചെറിയ പെൺകുട്ടിയാണ്. എനിക്ക് വേണ്ട എന്ന് എത്ര പറഞ്ഞിട്ടും അതിനൊക്കെ മറികടന്ന് ആ സ്ഥലത്ത് രണ്ടാമതായി 2 വീട്ടുകാരും തീരുമാനിച്ച് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നു. ഇതിൽ അവരുടെ ചേച്ചി, ആ ആദ്യത്തെ ഭാര്യ ഉണ്ടല്ലോ, അവരുടെ മനസ്സ് തകർന്നുപോയി. അവർ തന്നെ തൻ്റെ അനിയത്തിയെ തൻ്റെ ഭർത്താവിനെയും വീടിനുള്ളിലേക്ക് സ്വീകരിച്ച് റൂമിലൊക്കെ പറഞ്ഞയക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ സുഷിയുടെ മനസ്സും തകർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു നരകത്തിലാണ് നമ്മുടെ സുഷിയും അവരുടെ ചേച്ചിയും പെട്ടുപോയത്. അതിനുശേഷവും 2-3 വർഷവും എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ കല്യാണം കഴിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു. അതിനുശേഷമാണ് അറിഞ്ഞത് തെറ്റ് എൻ്റെ ചേച്ചിയുടെ ഭാഗത്തല്ല, അവരുടെ ഭർത്താവിൻ്റെ ഭാഗത്താണെന്ന്. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവും പല രാത്രികളിൽ കുട്ടിയുണ്ടാകണമെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നിരുന്നാലും 3 വർഷം കടന്നുപോയി. ഞാൻ വഴിയും അയാൾക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് അയാൾക്ക് മാഷായിട്ട് ജോലി കിട്ടിയത്. അങ്ങനെ ഈ നാട്ടിലേക്ക് വന്നു എന്നൊക്കെയുള്ള എല്ലാ കഥയും ഇപ്പൊ പറയുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോയും ഇങ്ങനെ ഒരു നരകത്തിലാണോ നീ പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ച് നമ്മുടെ സുഷിയോട് ഒരു സഹതാപം വരുന്നു. അതിനുശേഷം ഒരു നല്ല സുഹൃത്തായി നമ്മുടെ സുഷിയോടൊപ്പം നമ്മുടെ ഹീറോ ഇടപഴകാൻ തുടങ്ങുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇടപഴകുന്നതെല്ലാം നാട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നാട്ടിലുള്ള ഈ ഗുണ്ടാപ്പയ്യന്മാരൊക്കെ മോശമായി സംസാരിക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം നമ്മുടെ സുഷിയും അവരുടെ ഭർത്താവും നാടകം കണ്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഭർത്താവിനെ വഴി തടഞ്ഞ് കുറച്ച് ഗുണ്ടാപ്പയ്യന്മാർ ചേർന്ന് ഭയങ്കരമായി അടിക്കുന്നു. എടോ എന്താടോ മാഷേ, മര്യാദയ്ക്ക് വാടക കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആ വാടക കൊടുക്കുന്ന ഓണറുടെ അടുത്തേക്ക് നിന്റെ ഭാര്യയെ പറഞ്ഞയച്ചതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ വളരെ മോശമായി സംസാരിക്കുന്നു. സുഷിയുടെ ഭർത്താവ് ഈ മാഷിനും അതൊന്നും മനസ്സിലാവുന്നില്ല. ഓൾറെഡി എൻ്റെ ഭാര്യ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയ പയ്യന്മാരാണോടാ നിങ്ങൾ, കണ്ടതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അതൊന്നും വിശ്വസിക്കാതെ വിടുന്നു. എന്നാൽ നാളുകൾ കഴിയുന്തോറും നമ്മുടെ സുഷി, നമ്മുടെ ഹീറോ, ഇവർക്കിടയിലുള്ള സൗഹൃദം വർദ്ധിച്ചുകൊണ്ടേയിരുന്ന് അത് പ്രണയമാണോ സൗഹൃദമാണോ എന്നൊരു ആശയക്കുഴപ്പത്തിൽ അവസാനിക്കുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഹീറോ സുഷിയോട് പ്രണയം വെളിപ്പെടുത്തുമ്പോൾ എനിക്ക് ഭർത്താവുണ്ട്, ഞാൻ ഇങ്ങനെ നിന്നെ പ്രണയിക്കും എന്ന് സുഷി ഒരു വാക്ക് പറയുന്നുണ്ട്. ഈ ഉദ്ദേശത്തോടെ എൻ്റെ കൂടെ കൂടരുത് എന്നൊക്കെ പറയുന്നു. ഇതിൽ ഹീറോയുടെ മനസ്സ് തകർന്ന് തൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആ രാത്രി ഭയങ്കരമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഹീറോയുടെ റൂമിലേക്ക് വരുന്ന സുഷിയും നമ്മുടെ ഹീറോയെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും മനസ്സ് മാറുന്നുണ്ട്. ആ രാത്രി തന്നെ നമ്മുടെ ഹീറോയും ഈ സുഷിയും ഒന്നാകുന്ന പോലെ അവിടെ കാണിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ സുഷിക്ക് മനസ്സിലാവുന്നത് ഇത് പ്രണയമാണെന്ന്. ഇപ്പോൾ വീട്ടിലേക്ക് വരുന്ന ഈ സുഷിയുടെ ഭർത്താവും തൻ്റെ ഭാര്യ അവിടെ ഇവനുമായി ഒന്നാകുന്നത് കണ്ട് അയാളാകെ തകർന്നു പോകുന്നു. എന്നാൽ അവിടെ അയാൾ ഒരു വിപരീതമായ തീരുമാനമാണ് എടുക്കുന്നത്. അതെന്താണെന്ന് കാണിക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് വിനോദ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട്. ഈ വിനോദിനെയാണ് നമ്മുടെ ഹീറോ വളരെ നാളായി തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിനോദ് ആരാണെന്ന് അറിയാമോ? ഈ മല്ലിക ഒരു പ്രേതമായി ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ഈ വീട്ടിൽ, ആ പ്രേതത്തിന്റെ ഭർത്താവാണ് ആ വിനോദ്. അങ്ങനെ ആ വിനോദിനെയും നമ്മുടെ ഹീറോ വന്ന് കണ്ട് നിന്റെ ഭാര്യയ്ക്ക് എന്താണ് വേണ്ടത്, ഈ വീട്ടിൽ ഒരാണുങ്ങളെയും കയറാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ആ വിനോദ് യഥാർത്ഥത്തിൽ ഈ മല്ലിക പ്രേതമായി ചുറ്റുന്നതിന് എന്താണ് കാരണം എന്നുള്ളൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. നമ്മുടെ ഹീറോയുടെ അച്ഛൻ ആ നാനയുണ്ടല്ലോ, നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളോടും മോശമായി പെരുമാറാറുണ്ടല്ലോ. അങ്ങനെ ആ നാട്ടിൽ മല്ലിക എന്നൊരു പെണ്ണുണ്ട്. അവൾ ഗർഭിണിയുമാണ്. അങ്ങനെ അവരുടെ ഭർത്താവ് വിനോദുമായി സംസാരിച്ച് തനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയായി ജനിച്ചാൽ റാവു എന്ന് പേരിടാം, പെൺകുട്ടിയായി ജനിച്ചാൽ ശാന്തി എന്ന് പേരിടാം എന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ സ്ഥലത്ത് മല്ലികയെ തട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ഹീറോയുടെ അച്ഛൻ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അയാൾ നശിപ്പിച്ചത് മാത്രമല്ല അവിടെയുള്ള ഒരു വെള്ളക്കാരനെയും വിളിച്ച് ആ തെറ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനുള്ളിൽ ഈ മല്ലിക അവിടെ നിന്നും രക്ഷപ്പെട്ട് ആ കൊട്ടാരം വിട്ട് രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ട്. രക്ഷപ്പെടാൻ നോക്കുന്നു എന്ന് ചോദിച്ച് നമ്മുടെ ഹീറോയുടെ അച്ഛൻ ആ നാന ഒരു തോക്കെടുത്ത് അവിടെ വെച്ച് തന്നെ ഈ മല്ലികയുടെ വയറ്റിൽ വെടിവെച്ച് അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊന്നിട്ടുണ്ട്. രണ്ടാമതായി അവിടെയുള്ള കുളത്തിൽ ആ മല്ലികയെ തള്ളിയിട്ട് അവരുടെ കഥയും അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ആ മല്ലിക ആ കൊട്ടാരത്തിൽ ഇത്രയും നാളായി പ്രേതമായി ചുറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതും മല്ലികയുടെ ഭർത്താവ് വിനോദ് ഹീറോയായ റാവുവിനോട് പറയുന്നു. അപ്പോഴാണ് റാവുവിന് മനസ്സിലാവുന്നത് ഈ വീട്ടിൽ വരുന്ന എല്ലാ പുരുഷന്മാരെയും എന്തിനാണ് ഈ മല്ലിക ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പ്രേതമായി വന്ന് മല്ലിക നമ്മുടെ ഹീറോയുടെ അച്ഛനെ കൊന്നത്. ഈ മല്ലികയിൽ നിന്നും രക്ഷപ്പെടാനാണ് ഹീറോയുടെ അച്ഛൻ കയ്യിൽ വളയിട്ടിരുന്നത്.
എന്നാലും നമ്മുടെ ഹീറോ ആ വള ഊരുമ്പോൾ ഈ മല്ലിക വന്ന് കൊന്നു. അതിനുശേഷം ഒരു പുരുഷന്മാരെയും ആ മല്ലികയ്ക്ക് ഇഷ്ടമല്ലാതെ കൊട്ടാരത്തിനുള്ളിൽ ആര് വന്നാലും ആ പുരുഷനോട് ഇവർ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നതിനും ഇതാണ് കാരണം. അവിടെയാണ് മറ്റൊരു ടെസ്റ്റും പൊളിയുന്നത്. എന്നാൽ നമ്മുടെ ഹീറോയെ മാത്രം എന്തിനാണ് ആ പ്രേതമായ മല്ലിക കുഞ്ഞിനെ പോലെ കാക്കുന്നതെന്നാൽ തനിക്ക് ഒരു വേള ഒരു ആൺകുട്ടി ജനിച്ചാൽ റാവു എന്ന് തന്നെയല്ലേ അവർ പേരിടാനിരുന്നത്. ഹീറോയുടെ പേരും റാവു എന്നല്ലേ, അതുകൊണ്ടാണ് ഹീറോയോട് ഒരു പ്രത്യേക പ്രിയമുള്ളത്. അതാണ് ഓപ്പണിംഗ് സീനിൽ ഹീറോയ്ക്ക് റാവു എന്ന് പേരിടുമ്പോൾ പോലും ഈ മല്ലിക എടുത്തുകൊണ്ട് പോയി ഹീറോയെ വെച്ചിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ എല്ലാ ട്വിസ്റ്റും പൊളിച്ച് ആ സ്ഥലത്ത് ആ പ്രേതമായ മല്ലിക വന്ന് നിൽക്കുമ്പോൾ ഇതിനുമേൽ ഈ വീട്ടിൽ മോശപ്പെട്ട പുരുഷന്മാരെന്ന് ആരുമില്ല, ഇതിനുശേഷം നിന്റെ ആത്മാവ് ശാന്തി അടയട്ടെ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് മല്ലികയെ അവരുടെ ഭർത്താവുമായി സംസാരിപ്പിച്ചിട്ട് ഇപ്പോൾ ആ കുളത്തിൽ തന്നെ മല്ലികയ്ക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഹീറോ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴാണ് അവിടെ മറ്റൊരു ടെസ്റ്റ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ അറിയാതെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ്റെ വള ഊരിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവൻ സത്യമായിട്ടും വേണമെന്ന് വെച്ചിട്ടാണ് ഊരിയിട്ടുണ്ടായിരുന്നത്. കാരണം ഹീറോയുടെ അമ്മ തൻ്റെ അനിയത്തിയെ തൻ്റെ ഭർത്താവ് നശിപ്പിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് തൻ്റെ ഭർത്താവുമായി വഴക്കിടാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഴക്കിടുമ്പോൾ വേണമെന്ന് വെച്ചിട്ടാണ് ആ നാന തൻ്റെ ഭാര്യയെ താഴെ തള്ളിയിട്ട് കൊന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ഹീറോ നേരിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് തൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ മല്ലികയെ വെച്ച് കയ്യിലുള്ള വള അഴിച്ച് നമ്മുടെ ഹീറോ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും ആ സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. അവസാനം പ്രസന്റിലേക്ക് കഥ വരുമ്പോൾ ഇപ്പോൾ ഈ പ്രേതശല്യം അവസാനിക്കുകയാണ്. എന്നാൽ മറ്റൊരു ശല്യം വരുന്നു. ഇപ്പോൾ ഈ സുഷി ഉണ്ടല്ലോ, മാഷിന്റെ ഭാര്യ, അവര് ഗർഭിണിയാവുന്നു. ആ സന്തോഷകരമായ വാർത്ത മാഷും നാട് മുഴുവൻ പറയുന്നു. പ്രത്യേകിച്ച് ഹീറോയുടെ വളർത്തമ്മയോട് പറയുമ്പോൾ, കുഴപ്പമില്ല മോളെ, 3 വർഷമായി കുട്ടികളില്ലായിരുന്നപ്പോൾ ഇവിടെ വന്ന ഉടനെ കുട്ടികൾ ഉണ്ടായില്ലേ എന്ന് പറഞ്ഞ് വളരെ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ ആ കുട്ടി മാഷിന്റെ കുട്ടിയല്ല, നിങ്ങളുടെ വളർത്തു പയ്യൻ റാവുവിന്റെ കുട്ടിയാണെന്ന് അവർക്ക് വെളിയിൽ പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. അപ്പോഴാണ് ആ മാഷ് ഈ റാവുവിനെ വന്ന് കാണുന്നത്. ഒരു വിധത്തിൽ എൻ്റെ ഭാര്യ ഗർഭിണിയായടാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സ്വീറ്റൊക്കെ കൊടുക്കുന്നു. എന്നാൽ അപ്പോഴാണ് ഈ റാവുവും സങ്കടപ്പെട്ട്, അയ്യോ മാഷെ, ഞാനാണ് അറിയാതെ നിങ്ങളുടെ ഭാര്യയോട് മോശമായി പെരുമാറി, അതുവഴിയാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നതെന്ന് പറഞ്ഞ് കാലിൽ വീഴാൻ നോക്കുന്നത്. എന്നാൽ ഈ മാഷ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ് പൊളിക്കുന്നത്. അതെനിക്കറിയാടാ, ഞാനിത് നേരിൽ കണ്ടതാണ്, പക്ഷേ ഇതെല്ലാം ഞങ്ങളുടെ പ്ലാൻ തന്നെയല്ലേ എന്ന് അയാൾ പറയുന്നു. ഇവിടെ റാവു തല കറങ്ങി പോകുന്നു. എടോ എന്താടോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ, ഒരുപാട് വർഷമായി എനിക്ക് കുട്ടിയില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്ക് 50 വയസ്സായി. എല്ലാവരും കുട്ടിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഉള്ളിലെ കുറവ് മറയ്ക്കാൻ വേണ്ടി എൻ്റെ ആദ്യത്തെ ഭാര്യയുടെ മേൽ കുറ്റം ചുമത്തി ഞാൻ രണ്ടാമതായി അവളുടെ അനിയത്തിയെ തന്നെ കല്യാണം കഴിച്ചു. എന്നാൽ അവളിലൂടെയും എനിക്ക് കുട്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും ഈ നാട്ടുകാരെന്നെ തെറ്റായി തന്നെയാണ് സംസാരിച്ചത്. ഈ അപമാനം ഞാൻ എങ്ങനെയെങ്കിലും മറക്കണമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ രണ്ടാമത്തെ ഭാര്യയെ നിന്റെ കൂടെ ഇടപെടാൻ വിട്ടത്. ഇപ്പോൾ അവൾ നിന്നിലൂടെ ഗർഭിണിയായപ്പോൾ നാടിൻ്റെ നടുവിൽ ഞാനാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് തന്നെയാണ് എല്ലാവരും അറിയുക. എൻ്റെ അപമാനങ്ങൾ ഇവിടെ മറഞ്ഞുപോയി. എൻ്റെ പ്രണയം എപ്പോഴും എൻ്റെ ആദ്യത്തെ ഭാര്യയോട് തന്നെയാണ്. എന്നാൽ എൻ്റെ അഭിമാനം എൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ മേലുണ്ട്. ആ അഭിമാനം എനിക്ക് തിരികെ കിട്ടിക്കഴിഞ്ഞു. അത് മതിയെന്ന് പറഞ്ഞിട്ട് അയാളും അവിടെ നിന്ന് പോവാണ്. അടാ, എന്താടാ ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആലോചിച്ചിട്ട്, ഈ വിവരം നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ സുഷിക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ മാഷ് ഒരു മറുപടിയും പറയാതെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ആ മാഷ് തൻ്റെ രണ്ടാമത്തെ ഭാര്യ സുഷിയെയും കൂട്ടിക്കൊണ്ട് ആ നാട് വിട്ട് തന്നെ പോകുന്ന പോലെയും, എന്നാൽ പോകുമ്പോൾ ആ സുഷി നമ്മുടെ ഹീറോയുടെ കയ്യിലുള്ള വള അവരുടെ കയ്യിൽ എടുത്തുകൊണ്ട് പോകുന്നത് പോലെയും, അതുവഴി അവർ നമ്മുടെ ഹീറോയെ ഉപയോഗിച്ചു എന്നതുപോലെയും അവിടെ മനസ്സിലാവുന്നു. അവസാനം ഹീറോയുടെ കയ്യിലുള്ള ആ വളയിൽ ഒരു പവർ ഉണ്ടാവുമല്ലോ, അതും ആ സുഷി എടുത്തുകൊണ്ട് പോകുന്നു എന്ന രീതിയിൽ ഈ കഥ അവസാനിക്കുന്നു. സോ ഈ സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു? സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരണേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.